ബസ് യാത്രക്കിടയിലെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഷിംജിത മുസ്തഫയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ. ഷിംജിത ആരോപിക്കുന്നതുപോലെ ദീപക്കിൽ നിന്ന് ശല്യപ്പെടുത്തലുകളോ മോശം പെരുമാറ്റമോ ബസ്സിലുണ്ടായിട്ടില്ല. വീഡിയോയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആളാണ് പ്രതിയെന്നും റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ഷിംജിത ഇന്ന് പോലീസിൽ പരാതി നൽകി. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ബസ്സിൽ അസ്വാഭാവികമായ യാതൊരു സംഭവങ്ങളും നടന്നിട്ടില്ലെന്നും ഇരുവരും സാധാരണ നിലയിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതായും കണ്ടെത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം. ദീപകിന്റെ ഭാഗത്തുനിന്ന് ശല്യപ്പെടുത്തലുകളോ മോശം പെരുമാറ്റമോ ഉണ്ടായിട്ടില്ലെന്ന് ബസ് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദധാരിയും മുൻ വാർഡ് മെമ്പറുമായിരുന്ന ഷിംജിത ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ഒരാളുടെ ആത്മഹത്യക്ക് കാരണമായേക്കാമെന്ന ബോധ്യമുണ്ടായിരുന്നയാളാണ് എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും ഗുരുതര പരാമർശം. മരിച്ച ദീപകിനെ ഉൾപ്പെടുത്തി 7ഓളം വീഡിയോകൾ ഷിംജിത മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതായും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബസ് യാത്രക്കിടയിൽ ഒരാൾ ശല്യം ചെയ്തെന്ന് കാട്ടി ഷിംജിത മുസ്തഫ ഇന്ന് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. ഷിംജിതയ്ക്ക് വേണ്ടി സഹോദരനാണ് ഇമെയിൽ വഴി പരാതി നൽകിയത്. നിലവിൽ മഞ്ചേരി വനിതാ ജയിലിൽ കഴിയുന്ന ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മെഡിക്കൽ കോളേജ് പോലീസ്. പ്രതിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വീണ്ടെടുക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു. മീഡിയ 1 കോഴിക്കോട്.